ക്വസ്റ്റ്യൻ ഓണം എക്സാമിന് ഒരു 30 മാർക്സ് നമുക്ക് ഉറപ്പിച്ചാലോ? മക്കളെ, നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ആ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ എക്സാം എന്ന് പറയുന്നത് 80ലാണ്. അതിനൊരു 30 മാർക്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഉറപ്പിക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും റെഡി ആണെങ്കിൽ എന്ത് ചെയ്യാ, ഉഷാറായിട്ടിരിക്കുക. യെസ്, പിടിച്ചോളൂ. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വാട്ട് ഈസ് റിനൈസൻസ് ആൻഡ് ഹൗ ഡു ഇറ്റാലിയൻ സിറ്റീസ് ഡിഫർ ഫ്രം അതർ യൂറോപ്യൻ സിറ്റീസ്? എന്താണ് നവോത്ഥാനം? അതുപോലെ തന്നെ ഇറ്റലിയിലാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ആദ്യം നവോത്ഥാനം വന്നതല്ലേ. ഇറ്റലി എന്തുകൊണ്ട് മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായിരിക്കുന്നു അല്ലേ? ഇതാണ് നമ്മളെ ചോദ്യം എന്ന് പറയുന്നത്. സിമ്പിൾ ആണ്, മിസ് ഒന്ന് ജസ്റ്റ് പറഞ്ഞുതരാം. യെസ്, നമുക്ക് ആദ്യം നമ്മൾ നോക്കേണ്ടത് എന്താണ് നവോത്ഥാനം അല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ മധ്യകാല ഫ്യൂഡൽ സമ്പ്രദായത്തിൽ നിന്നും നമ്മുടെ ആധുനിക കാലത്തേക്കുള്ള ഒരു മാറ്റം അല്ലേ. ഈ ട്രാൻസ്ഫോർമേഷൻ പീരീഡ് അല്ലെങ്കിൽ ഈ മാറ്റത്തിന്റെ കാലഘട്ടത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിനൈസൻസ് അല്ലെങ്കിൽ നമ്മുടെ നവോത്ഥാനം എന്ന് പറയുന്നത് അല്ലേ. എന്തുകൊണ്ട് ഇറ്റലി മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടിരിക്കുന്നു? ഒരുപാട് കാരണങ്ങളുണ്ട്. നമ്മൾ ഇറ്റാലിയൻ സിറ്റീസ് അല്ലെങ്കിൽ പീപ്പിൾ എടുക്കുന്ന സമയത്ത് ഇൻഡിപെൻഡന്റ് ആയിരുന്നു, വെൽത്തി ആയിരുന്നു, അതുപോലെ തന്നെ ഡൈനാമിക് ആയിരുന്നു അല്ലേ. രണ്ടാമതായിട്ട് ട്രേഡ് സിസ്റ്റം എടുക്കുന്ന സമയത്ത് അവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നു? ബാങ്കിങ്, ഇൻഷുറൻസ്, ബുക്ക് കീപ്പിംഗ്, അക്കൗണ്ടിങ് തുടങ്ങിയ നിരവധി പുതിയ സ്ട്രാറ്റജീസ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളൊരു ബ്യൂബോണിക് പ്ലാഗ് വന്നിരുന്നു അല്ലേ. ഈ പ്ലാഗ് വന്നതോടുകൂടി എന്ത് സംഭവിച്ചു? അഗ്രികൾച്ചർ സെക്ടർ തകർന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഫ്യൂഡൽ സമ്പ്രദായം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി അഗ്രികൾച്ചർ സെക്ടറിനെ ബേസ് ചെയ്തിട്ടാണ്. അങ്ങനെ എന്ത് ചെയ്തു, മനുഷ്യൻ എന്ത് ചെയ്യാണ്, ഈ ഒരു ഫ്യൂഡൽ സമ്പ്രദായത്തിൽ നിന്ന് പുറത്ത് കിടക്കുന്ന ഒരു സിറ്റുവേഷൻ വരികയാണ് അല്ലേ. പിന്നെ നമുക്കറിയാം കോൺസ്റ്റന്റോപ്പിളിലെ തകർച്ച അല്ലേ. അപ്പൊ അങ്ങനെ വന്ന സമയത്ത് എന്താ മക്കളെ സംഭവിച്ചിരിക്കുന്നത്? ഒരുപാട് വ്യക്തികൾ അല്ലേ അവരവരുടെ ലിറ്ററേച്ചറും കാര്യങ്ങളും സാഹിത്യവും ഒക്കെ ആയിട്ട് ഇറ്റലിയിലേക്ക് വരികയാണ് അല്ലേ. അത് ഇറ്റലിയിലേക്ക് ഒരു മാറ്റത്തിന്റെ ഒരു കാലഘട്ടമായി. പിന്നെ രാജാവായിക്കോട്ടെ ഈ പറഞ്ഞ കലാ സാഹിത്യം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കാറുണ്ടായിരുന്നു. പിന്നെ റോമൻ ലോസും അതുപോലെ സിവിക് കോൺഷ്യസ്നെസ് ഒക്കെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട റീസൺ ആണ് അല്ലേ. അപ്പൊ ഇത്രയും പോയിന്റ്സ് എന്താ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക, എഴുതിക്കോളാം. നമ്മൾ എക്സാമിന് ഷുവർ ക്വസ്റ്റ്യൻ കേട്ടോ. യെസ്, ഇനി അടുത്തൊരു ചോദ്യമാണ് എന്താണ് സ്കോളാസ്റ്റിസിസം എന്ന് പറയുന്നത് അല്ലേ. ഒരു 2-3 മാർക്കിന് നമ്മൾ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് എന്താണ് സ്കോളാസ്റ്റിസിസം എന്ന് പറയുന്നത് അല്ലേ. നമുക്ക് നോക്കിയാലോ. യെസ്, എല്ലാവർക്കും അറിയാം നമ്മുടെ ക്രിസ്ത്യൻ തിയോളജിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ മധ്യകാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ഫിലോസഫിക്കൽ തോട്ട് ആണ് സ്കോളാസ്റ്റിസിസം എന്ന് പറയുന്നത് അല്ലേ. യെസ്, ഇതിന്റെ മെയിൻ ആയിട്ട് ഐഡിയോളജീസ് എന്ന് പറയുന്നത് നോളജ് ആൻഡ് റിസർച്ചിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അല്ലേ. എന്നിരുന്നാൽ കൂടുതൽ പ്രയോറിറ്റി കൊടുത്തിരിക്കുന്നത് എന്തിനാണ്? ഡിവൈൻ, ദൈവം അല്ലേ, അതുപോലെ തന്നെ ആഫ്റ്റർ ലൈഫ്, പരലോകം, ഈ പറഞ്ഞ കോൺസെപ്റ്റുകൾക്കാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പ്രാധാന്യം നൽകുന്നത്. ഓക്കെ, അപ്പൊ കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കി വെക്കുക. നമുക്കറിയാം നമ്മുടെ ഈ ഒരു സ്കോളാസ്റ്റിസിസം നിന്നും ഹ്യൂമനിസത്തിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. ആ മാറ്റങ്ങൾ എടുക്കുന്ന സമയത്ത് നമുക്ക് നോക്കാം, യുണീക്നെസ് ഉണ്ട്, ഇമോഷൻസ്, കേപ്പബിലിറ്റീസ്, ലിറ്റററി എക്സ്പ്രഷൻ, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ഇതൊക്കെ തന്നെ എന്ത് മനുഷ്യരിൽ കാണാൻ തുടങ്ങി അല്ലേ. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു ഹ്യൂമൻ സെന്റേർഡ് ഔട്ട്ലുക്ക് ആണ് നമുക്ക് ഹ്യൂമനിസത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലേ. ഒരു ഡിവൈൻ നിന്നും നമുക്കൊരു ഹ്യൂമൻ സെന്റേർഡ് സിസ്റ്റത്തിലേക്കുള്ള ഒരു മാറ്റം. ഓക്കെ, ഇനി നമ്മൾ അടുത്തൊരു ചോദ്യമാണ് ഇമ്പോർട്ടൻറ്റ് സ്കൾപ്റ്റേഴ്സ് അതുപോലെ തന്നെ സ്കൾപ്ചേഴ്സ് അല്ലേ. നമുക്ക് നോക്കാം. യെസ്, പിടിച്ചോളൂ. ഡൊണാറ്റലോ ഉണ്ട്, മൈക്കലാഞ്ചലോ ഉണ്ട്. ഡൊണാറ്റലോ 2 പ്രധാനപ്പെട്ട ശില്പങ്ങളാണ്, ദാവീദ് അതുപോലെ ഗത്താമലാത്ത അല്ലേ. നമ്മൾ മൈക്കലാഞ്ചലോ എടുക്കുന്ന സമയത്തോ പിയാത്ത ദാവീദ് അല്ലേ. കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. 2 മാർക്കിനൊക്കെ നമ്മൾ എക്സാമിന് ഷുവർ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവ. ഓക്കെ, യെസ്, ഇനി ഇത് പിടിച്ചോളൂ മക്കളെ. പ്രധാനപ്പെട്ട പെയിന്റേഴ്സ് അതുപോലെ അവരുടെ പെയിന്റിങ്സ് എന്തൊക്കെയാണെന്നാണല്ലേ. ഇതും സിമ്പിൾ ആണ്. നമുക്ക് മസാച്ചിയോ ഉണ്ട്. മസാച്ചിയോ കൂടുതലായിട്ട് ചുമർ ചിത്രങ്ങൾ അല്ലെങ്കിൽ വാൾ പെയിന്റിങ്സ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് നമുക്ക് എന്ത് പറയാം, ഡാവിഞ്ചി ഉണ്ട്. ഡാവിഞ്ചിന്റെ 2 പ്രധാനപ്പെട്ട ചിത്രങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഒന്നാമത്തെയാണ് അന്ത്യ അത്താഴം അല്ലെങ്കിൽ ലാസ്റ്റ് സപ്പർ ആൻഡ് ദി സെക്കൻഡ് വൺ ഈസ് മൊണാലിസ. ഓക്കെ, നൗ കമ്മിങ് ടു ദി സെക്കൻഡ് പെയിന്റർ ദാറ്റ് ഈസ് മൈക്കലാഞ്ചലോ. അഗൈൻ ഇമ്പോർട്ടന്റ് ആണ്. സീലിംഗ് ഓഫ് സിസ്റ്റീൻ ചാപ്പൽ അതുപോലെ തന്നെ ലാസ്റ്റ് ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ അന്ത്യവിധി എന്ന് പറയുന്നതും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. യെസ്, റാഫേൽ ആൻഡ് ടിഷൻ അല്ലേ. റാഫേൽ ആൻഡ് ടിഷൻ മനുഷ്യൻ എന്താണ് ഭയങ്കര വൈസ്, മോഡറേറ്റ്, ഡിഗ്നിഫൈഡ് ആൻഡ് ടു ബ്യൂട്ടി ആൻഡ് ബ്രെയിൻ ഈക്വലി ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിലുള്ള പിക്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് വരച്ചിരുന്നത്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. നമ്മൾ എക്സാമിന് ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഇതെന്നൊക്കെ പറയുന്നത് അല്ലേ. യെസ്, ഓക്കെ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ലോക ചരിത്രത്തെ എന്ത് ചെയ്തിട്ടുണ്ട്, 3 തരംതിരിച്ചിട്ടുണ്ടല്ലേ നമ്മുടെ ലോക ചരിത്രം അല്ലേ. യെസ്, ആരാണ് 2 മഹത് വ്യക്തികൾ അല്ലേ. 2 വ്യക്തികളാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ നടത്തിയിരിക്കുന്നത്. അപ്പം ആ ക്ലാസിഫിക്കേഷൻ നടത്തിയിരുന്ന വ്യക്തികളെ എനിക്കറിയാം, പക്ഷെ നിങ്ങൾക്ക് അറിയണമെന്ന് നോക്കണമല്ലോ അല്ലേ. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നമ്മളെ കമന്റ് ബോക്സിൽ ആരാണ് ആ 2 പ്രധാനപ്പെട്ട വ്യക്തികൾ എന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. യെസ്, നമുക്ക് നോക്കാം. യെസ്, ആൻഷ്യന്റ് പീരീഡ്, മിഡീവൽ പീരീഡ്, മോഡേൺ പീരീഡ് അല്ലേ. 5-ാം നൂറ്റാണ്ട് മുമ്പേ ആൻഷ്യന്റ് പീരീഡ്, 5ന്റെയും 15ന്റെയും ഇടയിൽ മിഡീവൽ
പീരീഡ്. 15-ാം നൂറ്റാണ്ടിന് ശേഷം മോഡേൺ പീരീഡ് അല്ലേ. ഇനി ഈ ക്ലാസിഫിക്കേഷൻ നടത്തിയിരിക്കുന്ന 2 വ്യക്തികളാണ് നമുക്ക് അറിയേണ്ടത്. ഇമ്പോർട്ടന്റ് ആണ്, 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ മക്കളെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, യെസ്. ഇനി അടുത്തൊരു ചോദ്യം നമുക്ക് നോക്കാം. നമുക്ക് നോക്കാം. ലിസ്റ്റ് ഔട്ട് ദ റിഫോംസ് ഇംപ്ലിമെന്റഡ് ഇൻ സോഷ്യൽ എക്കണോമിക് പൊളിറ്റിക്കൽ സ്പിയേഴ്സ് ഓഫ് ഫ്രാൻസ് ബൈ നാഷണൽ അസംബ്ലി അല്ലേ. നമ്മുടെ ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കിയാലോ. എന്താണ് മക്കളെ, ആദ്യം തന്നെ ഒരു ഏകീകൃത ഭരണഘടന അല്ലെങ്കിൽ യൂണിഫൈഡ് കോൺസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ തന്നെ നമുക്കറിയാം എന്താണ് അസൈനായിട്ട് എന്ന് പറയുന്ന ഒരു പുതിയ കറൻസി ഫോം ചെയ്തിരിക്കുകയാണ്. ആൻഡ് നമുക്ക് എന്ത് പറയാം, പ്രോപ്പർട്ടീസ്, കൺഫിസ്കേറ്റ് ദ പ്രോപ്പർട്ടീസ് കൺട്രോൾഡ് ബൈ റിലീജിയസ് ലീഡേഴ്സ് അല്ലേ. ഒരുപാട് മത നേതാക്കന്മാരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ കൈയടക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ എന്ത് ചെയ്യുന്നു, പിടിച്ചെടുക്കുകയാണ്. പിന്നെന്താ മക്കളെ, ഡിക്ലെയർ ദ കംപ്ലീറ്റ് റിലീജിയസ് ടോളറൻസ് അല്ലേ. അതുകൂടാതെ നമുക്ക് എന്ത് പറയാം, പൂർണ്ണമായ മതസൗഹാർദ്ദം എന്ത് ചെയ്യാണ്, പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആൻഡ് ടു ലാസ്റ്റ് എന്ന് പറയുന്നത് ക്ലർജികൾ അല്ലേ, ക്ലർജികൾ അല്ലെങ്കിൽ നമ്മുടെ പൗരോഹിതവർഗം എന്ന് പറയുന്നത് സാധാരണ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ മാത്രമായി മാറിയിരിക്കുകയാണ്. ഓക്കെ, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ എക്സാമിന് 2 to 3 മാർക്കിന് തീർച്ചയായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റെയിൻ ഓഫ് ടെറർ ആൻഡ് ദ സെപ്റ്റംബർ മസാക്കർ അല്ലേ. സിമ്പിൾ ആണ്. എന്താ മക്കളെ ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. ഇൻ ജൂലൈ 1793 കമ്മിറ്റി ഓഫ് പബ്ലിക് സേഫ്റ്റി വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ആൻഡ് കൺട്രോൾ ദ ഇന്റേണൽ അഫയേഴ്സ് ഓഫ് ഫ്രാൻസ്. ആ സമയത്ത് ആരാണ്, നമ്മുടെ റോബ്സ്പിയർ ലെഡ് ദ കമ്മിറ്റി. ഡാന്റൺ, ഹെർബർട്ട് മറാട്ട് were included using ഗെല്ലറ്റൈൻ അല്ലേ. ഗെല്ലറ്റൈൻ യൂസ് ചെയ്തുകൊണ്ട് എന്താണ്, ഒരു മാസ് വെടിവെപ്പ് അല്ലെങ്കിൽ എക്സിക്യൂഷൻ നടത്തിയിരിക്കുകയാണ് അല്ലേ. എന്താണ് മക്കളെ അതിന്റെ റീസൺ എന്ന് പറയുന്നത്, ഒരുപാട് നോബൽസിനെയും അതുപോലെ തന്നെ നമ്മുടെ രാജാവിന്റെ അനുഭാവികളൊക്കെ തന്നെ എന്ത് ചെയ്യാണ്, ജയിലിലേക്ക് നിർബന്ധിതമായി പിടിച്ചിടാണ് അല്ലേ. അങ്ങനെ ജയിലിൽ സ്ഥലമില്ലാതായിരുന്നപ്പോൾ ഇവർ എന്ത് ചെയ്തു, എന്നാ കുറച്ച് പേര് എക്സസ് ആണല്ലേ, എന്നാ അങ്ങ് കൊന്നേക്കാന്നുള്ള രീതിയിൽ എന്താണ് കുറെ പേരെ കൊന്നിരിക്കുകയാണ് അല്ലേ. അതാണ് എന്ത് സെപ്റ്റംബർ മസാക്കർ അല്ലെങ്കിൽ റെയിൻ ഓഫ് ടെറർ അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം ഭീകരവാഴ്ച എന്നൊക്കെ പറയാം അല്ലേ. കൃത്യമായി എഴുതിക്കോളാം. 2 to 3 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി ഡു യു അഗ്രി വിത്ത് ദ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഫ്രഞ്ച് റെവല്യൂഷൻ had decisively influenced the subsequent history of world അല്ലേ. നമ്മുടെ ലോക ചരിത്രത്തെ ഫ്രഞ്ച് റെവല്യൂഷൻ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ, സ്വാധീനിച്ചിട്ടുണ്ടോ നമ്മളെ ചോദ്യം. തീർച്ചയായിട്ടും അതിനൊന്നും എന്തില്ല, വേറൊരു ഉത്തരമില്ല, തീർച്ചയായിട്ടും എന്ന് പറയാം അല്ലേ. എങ്ങനെയാണ്, നമുക്കറിയാം ഫ്യൂഡൽ സമ്പ്രദായത്തിന്റെ തകർച്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് മക്കളെ, ചർച്ച് അല്ലെ, ചർച്ച് കൈവശം വെച്ചിരിക്കുന്ന ലാൻഡ് എന്ന് പറയുന്നത് പിന്നെ മിഡിൽ ക്ലാസിന് അണ്ടറിലേക്ക് വരാൻ തുടങ്ങി. ഇതിന്റെ കൂടെ തന്നെ എന്താണ് വെയ്സ് ആൻഡ് മെഷേഴ്സ് യൂണിഫൈഡ് സിസ്റ്റം വരാൻ തുടങ്ങി. അതുകൂടാതെ നമുക്ക് എന്ത് പറയാം, ഏഷ്യയും ആഫ്രിക്കയിലും പോലുള്ള മറ്റ് രാജ്യങ്ങളിലേക്കും എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഫ്രഞ്ച് റെവല്യൂഷൻ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഓൾസോ നമുക്ക് എന്ത് പറയാം, നമ്മുടെ കോൺട്രിബ്യൂട്ട് ഓഫ് സോവറിനിറ്റി ഓഫ് ദ പീപ്പിൾ. പിന്നെ നമുക്ക് എന്ത് പറയാം, ഒരുപാട് ഫ്രഞ്ച് ഫിലോസഫേഴ്സ് ഉണ്ടായിരുന്നു അല്ലേ. അപ്പൊ അവരൊക്കെ ഓർക്കുക, അവരുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ വേൾഡ് ഹിസ്റ്ററിയിലേക്ക് തന്നെ വലിയ കോൺട്രിബ്യൂഷൻ ആയിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ കൂടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എന്ത്, വിമൻ പാർട്ടിസിപ്പേഷൻ ഇൻ ദിസ് ഫ്രഞ്ച് റെവല്യൂഷനിൽ. ഇതൊക്കെ എന്ന് പറയുന്നത് വലിയൊരു മാറ്റമായിരുന്നു എന്ന് പറയാം അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും പറയാം ഫ്രഞ്ച് റെവല്യൂഷൻ ഹാസ് ഡെഫിനറ്റ്ലി ഇൻഫ്ലുവൻസ് ദ വേൾഡ് ഹിസ്റ്ററി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് മക്കളെ, ലൈക്ക് നെപ്പോളിയന്റെ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ആണ്. സിമ്പിൾ ആണ്. ഫസ്റ്റ് വൺ ഇസ് ലീഗൽ റിഫോംസ് എടുക്കുക, അതുപോലെ തന്നെ കോർണോഡാറ്റ് ഉണ്ട്, എഡ്യൂക്കേഷൻ റിഫോംസ് ഉണ്ട്, അതുപോലെ തന്നെ എക്കണോമിക് റിഫോംസ് ഉണ്ട്, മിലിറ്ററി റിഫോംസ് ഉണ്ട്. കൃത്യമായിട്ട് പഠിച്ചു വെച്ചോളാം, എക്സാമിന് 3 മാർക്കിനൊക്കെ ചോദിക്കാറുള്ളതാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്കറിയാം വാട്ട് ആർ ദ കോണ്ടിനെന്റൽ സിസ്റ്റം ദാറ്റ് നെപ്പോളിയൻ ഡിവൈസ് ടു ഡിസ്ട്രോയ് ബ്രിട്ടൻ അല്ലേ. ആ ഒരു കോണ്ടിനെന്റൽ തിയറിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ കോണ്ടിനെന്റൽ സിസ്റ്റം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബ്രിട്ടൻ ആയിരുന്നു എനിമി നമുക്കറിയാം. അപ്പൊ ബ്രിട്ടന്റെ നാവികസേനയെ തകർക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്ത് ചെയ്തിരിക്കുന്നത്, ഈ കോണ്ടിനെന്റൽ സിസ്റ്റം അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അല്ലേ. നോക്കി വെച്ചോളാം കേട്ടോ. ഓക്കെ, പിന്നെ നമുക്ക് നോക്കാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കോൺഗ്രസ് ഓഫ് വെയ്നയുടെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എന്തൊക്കെയായിരുന്നു അല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ബൂബൻ ഡൈനാസ്റ്റിയെ പുനഃസ്ഥാപിക്കുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു തീരുമാനമായിരുന്നു. ആൻഡ് നമുക്ക് എല്ലാവർക്കും അറിയാം, പിന്നീട് വരുന്ന സമയത്ത് എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം ബ്രിട്ടന്റെ നേവൽ സുപ്രീമസി ആൻഡ് ഓൾസോ റഷ്യയുടെ ഡോമിനൻസി ഇവിടെ ഈസ്റ്റേൺ യൂറോപ്പ്, അതിന്റെ കൂടെ തന്നെ ഓസ്ട്രിയ ഡോമിനൻസി ഇൻ സെൻട്രൽ യൂറോപ്പ് അല്ലേ. ഇതൊക്കെയായിരുന്നു കോൺഗ്രസ് ഓഫ് വെയ്നിൽ എടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെന്താണ് നമുക്കറിയാം ഫീച്ചേഴ്സ് ഓഫ് ആർക്കിടെക്ചർ ഇൻ റിനൈസൻസ് പീരീഡ് അല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ്, നമ്മുടെ ഗോതിക് സ്റ്റൈലിൽ നിന്ന് ഒരു മാറ്റമായിരുന്നു എന്ത് വന്നത്, നമ്മുടെ ഈ ഒരു നവോത്ഥാന കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ലേ. നമുക്ക് എന്ത് പറയാം, ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രിഗോ റോമൻ സ്റ്റൈൽ ആയിരുന്നു നമുക്ക് കാണാൻ സാധിക്കുന്നത്. എക്സാമ്പിൾ എന്ന് പറയുന്നത് സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക ആണ്. എക്സാമ്പിളും കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഓക്കെ,
ഓക്കെ, പിന്നെ നമുക്ക് എന്താ ഡോംസ് അല്ലെങ്കിൽ താഴികക്കുടമായിരുന്നു ഇതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറയുന്നത്. കൃത്യമായിട്ട് ഓർത്തു വെക്കുക, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആട്ടോ. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. അതിന്റെ കൂടെ തന്നെ മിസ് പറയാൻ പറഞ്ഞു ഫിലിപ്പോ ബ്രൂണസ്കിനെ മറക്കാൻ പാടില്ല, ഇമ്പോർട്ടന്റ്. ആ ഒരു ന്യൂ സ്റ്റൈലിന് ആർക്കിടെക്ചർ കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് ആര്, നമ്മുടെ ബ്രൂണസ്കി എന്ന് പറയുന്നത്. ഓക്കെ, യെസ് യെസ് യെസ്. പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റിനൈസൻസ് ലിറ്ററേച്ചർ എന്താണെന്ന് നമുക്ക് നോക്കാം. കൃത്യമായിട്ട് ഇൻഡിവിജ്വൽ ലിബർട്ടി ആൻഡ് ഇൻഡിവിജ്വൽ സെക്യുലർ വാല്യൂസിന് ഇമ്പോർട്ടൻസ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് റിനൈസൻസ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് സ്കോളാറ്റിസിസം ദൂരെയായിരുന്നു അല്ലേ. യെസ്. പിന്നെ നമുക്ക് എന്ത് പറയാം, ഗ്രിഗോ റോമൻ കൾച്ചറിനെ ആസ്പദമാക്കിയിട്ടായിരുന്നു. അതുപോലെ തന്നെ എന്താണ് റീജിയണൽ ലാംഗ്വേജസിന് ഇമ്പോർട്ടൻസ് നൽകിയിട്ടുണ്ട്. അപ്പം ആ കാര്യങ്ങൾക്ക് കൃത്യമായിട്ട് എഴുതി വെച്ചോളൂ കേട്ടോ, റിനൈസൻസ് ലിറ്ററേച്ചറിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്. അതുപോലെ തന്നെ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റൻ ആണ് എന്ത്, റിനൈസൻസ് പെയിന്റിംഗിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്താണെന്ന് കൂടെ കേട്ടോ. യെസ്, കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. യെസ്, ഓക്കെ. പിന്നെ നമുക്കറിയാം ദ മോസ്റ്റ് റിനൈസൻസ് റൈറ്റേഴ്സ് റോട്ട് ഇൻ റീജിയണൽ ലാംഗ്വേജസ്, അനലൈസ് ദ ഡെവലപ്മെന്റ് ഓഫ് റിനൈസൻസ് ലിറ്ററേച്ചർ ഇൻ വേരിയസ് റീജിയണൽ ലാംഗ്വേജ് എന്ന് പറയുന്ന ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആട്ടോ. യെസ്, അപ്പൊ നമ്മൾ അവിടെ ഓർത്തിരിക്കുന്ന ദാന്തെ ഉണ്ട്, പെട്രാർക്ക് ഉണ്ട്, ബൊക്കാച്ചിയോ ഉണ്ട്, നിക്കോളോ മാക്കിയവെല്ലി ഉണ്ട് അല്ലേ. ദാന്തയുടെ പ്രധാനപ്പെട്ട വർക്കാണ് ദ ഡിവൈൻ കോമഡി. പെട്രാർക്ക് എന്ന് പറയുന്നത് പ്രണയഗീതങ്ങൾ അല്ലെങ്കിൽ സോണറ്റ് ചെയ്യുന്ന ഒരാളായിരുന്നു. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ബൊക്കാച്ചിയോ ഡെക്കാമെറോൺ ആണ്. ആൻഡ് മാക്കിയവെല്ലി ദ പ്രിൻസ് ആണ് അല്ലേ. പ്രിൻസ് ഒക്കെ പറയുന്നത് PYQ ക്വസ്റ്റൻ ആണ്. തീർച്ചയായിട്ടും നമുക്ക് എന്താണ് ഈ ഒരു ഏരിയയിൽ നിന്നും ഈ ഒരു എക്സാമിന് ക്വസ്റ്റൻ ചോദിക്കാം കേട്ടോ. യെസ്, ഓക്കെ ഓക്കെ. ഇനി nobles fight, priests pray, and the commons pay elucidated the socio-economic inequalities in the France court oath അല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഫ്രഞ്ച് സൊസൈറ്റി വാസ് ഡിവൈഡഡ് ഇൻടു 3. ഏതാണ് ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റ്, തേർഡ് എസ്റ്റേറ്റ് അല്ലേ. ക്ലർജി, നോബിൾസ് ആൻഡ് ദ കോമൺ പീപ്പിൾ അല്ലേ. യെസ്, ദാറ്റ് ഇസ് എ ക്ലാസിഫിക്കേഷൻ ദാറ്റ് വാസ് മെയ്ഡ് ഇൻ ദ ഫ്രഞ്ച് സൊസൈറ്റി. നമുക്ക് എല്ലാവർക്കും അറിയാം. ആൻഡ് ഓൾസോ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തു വെക്കുക എന്താണ് ക്ലർജി അല്ലേ. ക്ലർജിക്ക് എന്തൊക്കെ പവർ ആയിരുന്നു ഉണ്ടായിരുന്നത്, അതുപോലെ തന്നെ നോബിൾസ് എന്താണ് പവർ ഉണ്ടായിരുന്നത്, കോമൺ പീപ്പിൾ എങ്ങനെയായിരുന്നു എക്സ്പ്ലോയിറ്റഡ് ആയിരിക്കുന്നത്, കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക, എക്സാമിന് ചോദിക്കും. ഓക്കെ, യെസ്. പിന്നെ നമുക്ക് എന്ത് പറയാം, വാട്ട് ആർ ദ മെയിൻ കോസ് ഓഫ് ഫ്രഞ്ച് റെവല്യൂഷൻ അല്ലേ. ഫ്രഞ്ച് റെവല്യൂഷൻ ഇടയാക്കിയ മെയിൻ കാരണങ്ങളുണ്ട് കൃത്യമായിട്ട്. ഇത് നമുക്ക് 3 മാർക്കിനൊക്കെ തന്നെ നമ്മൾ എക്സാമിന് ചോദിക്കാറുള്ള ചോദ്യമാണ്. കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക, ആ 3 പോയിന്റുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ദ എസ്റ്റേ ജനറൽ മീറ്റപ്പ് ചെയ്യാണ് അല്ലേ. യെസ്, ആ മീറ്റപ്പിന്റെ ഭാഗമായിട്ട് ടെന്നീസ് കോർട്ട് ഓത്ത് നടക്കുകയാണ്. യെസ്, അതിന് കൂടെ തന്നെ നമുക്ക് എന്ത് പറയാം, ദ ഫോൾ ഓഫ് ബാസ്റ്റിൽ ആൻഡ് ബിഗിനിങ് ഓഫ് ദിസ് റെവല്യൂഷൻ അല്ലേ. അങ്ങനെ 1789 ജൂലൈ 14 ഫ്രഞ്ച് റെവല്യൂഷൻ ആരംഭിക്കുകയാണ്. ഓക്കെ, യെസ് യെസ് യെസ്. ഓക്കെ, പിന്നെ നമുക്ക് അടുത്തൊരു ക്വസ്റ്റൻ ആണ് ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഓഫ് ഫ്രാൻസ് ഇൻ 1789. യെസ്, കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ആ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചോളാം. സ്ത്രീക്കും പുരുഷനും അതുപോലെ മെൻ ആർ ബോൺ ആൻഡ് റിമെയിൻ ഫ്രീ ആൻഡ് ഈക്വൽ റൈറ്റ്സ് ആണ്. അതുപോലെ തന്നെ എന്താണ് ദ മെയിൻ എയിം ഓഫ് പൊളിറ്റിക്കൽ അസോസിയേഷൻ ദ പ്രിസർവേഷൻ ഓഫ് നാച്ചുറൽ ആൻഡ് ഇൻഡിവിസിബിൾ റൈറ്റ് ഓഫ് മാൻ. ദീസ് റൈറ്റ്സ് ആർ ലിബർട്ടി, പ്രോപ്പർട്ടി, സെക്യൂരിറ്റി, റെസിസ്റ്റന്റ് ടു ഓപ്പറേഷൻ. ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ കൃത്യമായിട്ട് എഴുതി വെക്കുക, ക്വസ്റ്റൻ ശ്രദ്ധിക്കുക. എക്സാം the main ideas in the Declaration of Human Rights of France in 1789. Okay, important question ആണ്, നമ്മൾ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. ഇനി അടുത്തൊരു ചാപ്റ്റർ, നമ്മളെ ലാസ്റ്റ് ചാപ്റ്റർ, ഹിസ്റ്ററിയിലെ 3ാമത്തെ ചാപ്റ്റർ ആണ് ലിമിറ്റേഷൻസ് ഓഫ് കോമൺ സെൻസ് നോളജ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാറുണ്ട്, എക്സാമിന് ചോദ്യം ചോദിക്കാറുണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇവിടെ നമുക്കൊരു 2 to 3 മാർക്കിന്റെ ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഷുവർ ആണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നത് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്താണ്, അതിന്റെ കൂടെ തന്നെ അതിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് അല്ലേ. അപ്പം ഈ ക്വസ്റ്റനും ഇമ്പോർട്ടന്റ് ആണ് മക്കളെ, പഠിച്ചിട്ട് പോവാട്ടോ. അപ്പൊ ഇത്രയുമാണ് നമുക്കൊരു 30 മാർക്ക് അഷ്യൂർ ചെയ്യാൻ പാകത്തിലുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പം എക്സാമിന് പോകുന്നതിന് മുമ്പേ എല്ലാ മക്കളും എന്ത് ചെയ്യുക, ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ തന്നെ പഠിച്ചിട്ട് പോവാ. അതിന്റെ കൂടെ തന്നെ മിസ് ഒരു ഹോംവർക്ക് തന്നിട്ടുണ്ടല്ലേ, നമ്മുടെ ലോക ചരിത്രം അല്ലെങ്കിൽ വേൾഡ് ഹിസ്റ്ററിയുടെ ക്ലാസിഫിക്കേഷൻ നടത്തിയിരുന്ന പ്രധാനപ്പെട്ട 2 വ്യക്തികൾ, ആ 2 വ്യക്തികളുടെ പേര് കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ കമന്റും കാര്യങ്ങളൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ എക്സാമിന് തീർച്ചയായിട്ടും ഈ ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ട് പോവാ. ഓൾ ദി ബെസ്റ്റ്.